പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ റയ ഫത്തിൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഈ വേദിയിൽ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എന്തിന് നമ്മുടെ ശ്വാസത്തിനു പോലും പറയാനുണ്ട് ഒരു ത്യാഗത്തിന്റെ കഥ. ആയിരക്കണക്കിന് മഹാന്മാരുടെ ജീവന്റെ രക്തത്തിൽ കലർന്ന സ്വാതന്ത്ര്യത്തിന്റെ മഹനീയമായ ചരിത്രം, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം, ധീരദേശാഭിമാനികളായ നിരവധി വ്യക്തികളുടെ ത്യാഗത്താൽ സമ്പന്നമാണ്. സ്വന്തം ജീവിതം പോലും രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ച മഹാരഥന്മാരായിരുന്നു അവർ. അവർ നൽകിയ പോരാട്ടങ്ങളുടെയും സഹനങ്ങളുടെയും ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അഹിംസയുടെ പാതയിലൂടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച ആ മഹാത്മാവിനെ കുറിച്ച് പറയാതെ എന്റെ വാക്കുകൾ പൂർണ്ണമാവില്ല. ഗാന്ധിജിയുടെ ഓരോ വാക്കുകളും ജനങ്ങളിൽ ദേശസ്നേഹത്തിന്റെ അഗ്നിയായി മാറി. ഒരു ജനതയെ ഒന്നടങ്കം അണിനിരത്തി സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതി. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ബാലഗംഗാധര തിലകൻ, എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ആഹ്വാനം ചെയ്ത നേതാജി സുഭാഷ് ചന്ദ്രബോസ്, സായുധ പോരാട്ടങ്ങൾക്ക് മുൻഗണന നൽകിയ ഇന്ത്യയിലെ ആദ്യ വിപ്ലവകാരി, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന വിപ്ലവ സംഘടനയുടെ ആദ്യ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ഭഗത് സിംഗ്, ഇവരൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആവേശഭരിതമായ ഏടുകളാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് തന്റെ സർപ്പദവി ഉപേക്ഷിച്ച രവീന്ദ്രനാഥ് ടാഗോറിന്റെ ധീരതയും സ്ത്രീകൾക്ക് പ്രചോദനമായ റാണി ലക്ഷ്മിബായിയുടെ പോരാട്ട വീര്യവും നമ്മൾ ഓർക്കണം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഗ്രാൻഡ് ഓൾഡ് മാൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജി, സ്വതന്ത്ര ഭാരതത്തിന്റെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.